ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഒരു മൈനർ അപ്ഡേറ്റ് ആണ്. വെർഷൻ 5.3.0 അപ്ഡേറ്റ് ആണ്. അപ്പോൾ വലിയൊരു അപ്ഡേറ്റ് ഒന്നല്ല. നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ മൂന്നാമത്തെ വട്ടം തോന്നുന്നുണ്ട് ഈക്വൽ ആ സംഭവം വരുന്നത്. കഴിഞ്ഞ വട്ടം വന്നായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അതുപോലെ തന്നെ നാളെ ഏതൊക്കെ ഇവൻറ്റ്സാണ് വരാൻ ചാൻസ് കൂടുതൽ, പാക്സ് ഏതാണ് വരാൻ ചാൻസ് കൂടുതൽ, അതൊക്കെ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അതിന് തന്നെ നമുക്ക് പ്ലെയർ ഓഫ് ദി കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ UCL പ്ലെയർ ഓഫ് ദിക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്ലെയർ ഓഫ് ദിക്ക് സാധാ പ്ലെയർ ഓഫ് ദിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ UCL നോക്കുകയാണെങ്കിൽ അതിന് തന്നെ നമുക്കുള്ളൊരു കാണാണ്. ഹെഡിങ് പറഞ്ഞിട്ട് ഒരു പ്ലെയറുടെ ഷേഡോ ഒരു കാണിച്ചിട്ടുണ്ട്. അത് മറ്റവരല്ല, നമ്മളുടെ ബെൻഫിക്കയുടെ കോളിയായ ടിർബിനാണ്. നിങ്ങൾക്കറിയാലോ, അവസാന മിനിറ്റിൽ ആ ഗോൾ അടിച്ചിട്ട് നമ്മുടെ ബെൻഫിക്കേനെ പ്ലേ ഓഫിക്ക് ജയിച്ച പ്ലെയറാണ്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ പ്ലേ ഓഫ് സാധ്യത ഓൾറെഡി മങ്ങിയായിരുന്നു. അതിനൊപ്പം ഇതും കൂടി ആയിട്ട് ഇപ്പോൾ ട്രോളും കൂടിയും ഉഷാറായി. അപ്പോൾ എന്തായാലും ബാഴ്സക്കാർക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു വീക്കായിരുന്നു കഴിഞ്ഞ വീക്ക്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൂപ്പർ സബ് പറഞ്ഞ സ്കില്ലിലൊരു പ്ലെയർ വരുന്നുണ്ട്. അത് നമ്മുടെ മാർക്കസ് റാഷ്ഫോർഡ് ആണ്. ഫ്രീ കിക്ക് അടിച്ച് കഴിച്ചല്ലോ. അപ്പോൾ ചെങ്ങായുടെ ഒരു കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് നമ്മളുടെ ഹെവേർഡ്സും വരുന്നുണ്ട്. ഓക്കെ, ഹെവേർഡ്സ് ആണ് ആ ഷാഡോ. അപ്പോൾ നമ്മുടെ UCL പ്ലെയർ ഓഫ് ദിക്കിൽ ഈ 3 പേരാണ് വരുന്നത്. മെയിനായിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വേറെ ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് സാധാ പ്ലെയർ ഓഫ് ദിക്കിൽ, വേൾഡ് വൈഡ് പ്ലെയർ ഓഫ് ദിക്കിൽ വരുന്നത് നമ്മളുടെ ഒരെണ്ണം ഏരിയൽ 3 പറഞ്ഞിട്ട്, അത് നമ്മുടെ ബർമറോ മറ്റേ ബ്രസീലിലെ സെൻട്രൽ ബാക്ക് ഉണ്ടല്ലോ നമ്മുടെ യുവൻറ്റസിത്തെ മൂപ്പരാണ്. 2 ഗോൾ ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നമ്മുടെ കാസിമിറോ ത്രൂ പാസിംഗ് ഉണ്ട്. നോലുക്ക് ത്രൂ പാസിംഗ് ആയിരുന്നു നമ്മുടെ കുന്നയ്ക്ക് വെച്ചത്. അപ്പോൾ മത്യൂസ് കുനെ അപ്പോൾ ചെങ്ങായിക്ക് വെച്ചു കൊടുത്ത ആ ത്രൂ ബോളില് നമ്മുടെ ടാങ്ക് കാസിമിറോ. അപ്പോൾ കാസിമിറോയുടെ കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈ കെട്ടി സ്ലൈഡ് സംഭവം ചെയ്യുന്നത് നമ്മുടെ കൊണാട്ടയാണ്. കൊണാട്ട ന്യൂകാസ്റ്റിലെതിരെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. കിടിലൻ കളിച്ച് തന്നെ കാലുകൊണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് സെൻട്രൽ ബാക്ക് ഉണ്ട് പോയി ഗോൾ അടിച്ച വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മൂപ്പരെ അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ അടുത്ത് വീക്കിലായിരുന്നു ഈ ഗോൾ അടിച്ച് മൂപ്പരെ കരയണ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിരുന്നു. അത് ചില ആൻഫീൽഡിൽ അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അപ്പോൾ ഈ 3 കാർഡ്സാണ് നമ്മുടെ സാധാ പ്ലെയർ ഓഫ് ദിക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലെയർ ഓഫ് ലീഗിൽ ആ 3 കാർഡ്സും എന്തായാലും കൺഫേം ആയിട്ട്. ഇനി നമുക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലെയർ ഓഫ് ലീഗിൽ ബാക്കി പ്ലേയേഴ്സിനൊക്കെ നോക്കാം. അപ്പോൾ അതിൽ ഒരെണ്ണം വരാൻ ചാൻസ് കൂടുതൽ നമ്മുടെ വാൻഡേക്കാണ്. കാരണം വാൻഡേക്ക് 3 അസിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ സെൻട്രൽ ബാക്കായിട്ട് 3 അസിസ്റ്റ് വയ്ക്കുന്ന ഫസ്റ്റ് പ്ലെയറാണ് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഡൊക്കോ ജെർമി ഡൊക്കു 2 അസിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ലെവൻഡോസ്കിയുടെ പേരില്ല. കാരണം ലെവൻഡോസ്കിക്ക് വരെ ഇപ്പോൾ റാഷ്ഫോർഡ് വന്നതോടൊപ്പം ലെവൻഡോസ്കി ഉണ്ടാവില്ല. കായ് ഹവേർട്സ് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ ജാവോ പെഡ്രോയുടെ കിടില 2 ഗോൾസ് ഉണ്ടായിരുന്നു നമ്മുടെ ചെൽസിക്ക് വേണ്ടിയിട്ട്. നെപ്പോളിക്ക് എതിരല്ലായിരുന്നു അത് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കൊളോമൗനി ചെങ്ങായുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കാർഡ് വരാൻ ചാൻസ്. പിന്നെ ടുർബിൻ ആസ് യൂഷ്വൽ വരുന്നുണ്ട്. പിന്നെ ടിൽമാൻ 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെവർകൂസിൻ്റെ മൂപ്പര് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമിലാനോ അറോജോ ലെഫ്റ്റ് ബാക്കാണ്. അപ്പോൾ മൂപ്പര് സ്പോർട്ടിങ്ങിനോടൊരു അസിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡൊയ്ഫ്, ഇത് മറ്റേ ഡൊയ്ഫ്, നമുക്ക് വേറെ ഡൊയ്ഫ് ഉണ്ട്. ആൻറ്റി ഡൊയ്ഫ് നമ്മുടെ ഇന്റർ മിലാൻ്റെ CMF ആണ്. മൂപ്പര് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റാൻകോവിക്ക്. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് പ്ലെയർ ഓഫ് ദി UCL പ്ലെയർ ഓഫ് ദി വരാൻ ചാൻസ്. ഇനി വേറെ ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് കേട്ടോ. ഇനി നമുക്ക് സാധാ പ്ലെയർ ഓഫ് ദിക്ക് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗുറാസി ഉണ്ട്. ഗുറാസി 2 ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഡോട്ട്മുണ്ടിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ഗോൾ ഇട്ടിട്ടുണ്ട്, 1 ഗോൾ ഇട്ടിട്ടുണ്ട് ചെൽസിക്ക് വേണ്ടി. എക്കിറ്റിക്ക് വരാൻ ചാൻസ് ഇല്ല. കാരണം പ്ലെയർ ഓഫ് ദിക്കിൽ നമ്മുടെ കൊനാറ്റനെ കണ്ടുല്ലോ. സോ കൊനാറ്റ വരാനായിരിക്കും ചാൻസ് കൂടുതൽ. എക്കിറ്റിക്ക് 2 ഗോൾ ഇട്ടിട്ടുണ്ട് എന്തി കൂടി. അതുപോലെ ന്യൂനോവൻസിൻ്റെ ഒരു ഹെഡർ ഗോൾ ഉണ്ടായിരുന്നു PSG വേണ്ടിയിട്ട്. മൂപ്പര് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മഡൂക്കെ ചാൻസ് ഉണ്ട് വരാൻ. 1 ഗോൾ 1 അസിസ്റ്റും ഉണ്ട് ലീഡ്സിൻ്റെ ഒപ്പം. പിന്നെ ബ്രമർ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ കാസിമിർ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. പിന്നെ റാഷ്ഫോർഡിൻ്റെ പ്ലെയർ ഓഫ് ദിക്കിൽ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. റാഷ്ഫോർഡ് ആവില്ല. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം റാഷ്ഫോർഡ് ഓൾറെഡി മറ്റേ പ്ലെയർ ഓഫ് ദിക്കിലുണ്ട്. 2 അടുപ്പിച്ച് വരില്ല എന്നാണ് പ്രതീക്ഷ. വന്നതിന് അത്ഭുതപ്പെടാനില്ല. 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ സിലിൻസ്കി 1 ഗോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ CMF ഇന്റർ മിലാൻ്റെ. പിന്നെ പെട്രോവിക്ക് ഇതായിരുന്നു മറ്റവിടുത്തെ ലീഗ് 1ത്തെയാണ് സംഭവം. പിന്നെ മിട്ടോ വേറൊരു പ്ലെയറാണ് LMF. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് പ്ലെയർ ഓഫ് ദിക്കിൽ ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളത് ഗൈസ്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നാളെ വരാൻ പോകുന്ന ഇവൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. സോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിയാണ്, ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നാളെ കഴിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ കൂടുതൽ റൂമർ കിട്ടിയിരിക്കുന്നത് നാളെ വരാൻ ചാൻസ് ഉള്ളത് ബ്രസീലിയൻ കാർണിവൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലവും ഇത് നടക്കാറുള്ള തന്നെയാണ്. കഴിഞ്ഞ വട്ടം നമുക്ക് കുറേ ഹൈലൈറ്റ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ തോന്നുന്നുണ്ട് കഴിഞ്ഞ വട്ടം ആർക്കായിരുന്നു ആ ബ്രസീലിൻ്റെ ഒരു 6 ഹൈലൈറ്റ് കാർഡ് പിന്നെ നെയ്മറിൻ്റെ ഹൈലൈറ്റ് കാർഡൊക്കെ അതിലുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു പാക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് എപ്പിക്ക് തരുന്നതാണ് എല്ലായിടത്തും റൂമറും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ അധികം എപ്പിക് പാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും കണ്ടൊരു എപ്പിക്കിൻ്റെതാണ് നമ്മളുടെ റൊണാൾഡീനോ, റൊമാരിയോ, റിവാൾഡോ പറഞ്ഞിട്ട് 3 പേര് ഓൾറെഡി ഗെയിമിൽ വന്നിട്ടുള്ളതാണ്. സോ റൊണാൾഡോ, നസാരിയോനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച് നിൽക്കാം, അത്ര തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് അവരുടെ റൂമർ കാണുന്നുണ്ട്. പിന്നെ റൂമർ നോക്കുകയാണെങ്കിൽ റൊണാൾഡോ, നസാരിയോ, സോക്രട്ടീസൊക്കെ പണ്ട് നമ്മുടെ പെസ്സിലുണ്ടായിരുന്ന ലെജൻഡ്, ഞങ്ങൾ കളിപ്പിച്ചവർക്കൊക്കെ അറിയുണ്ടാവും. അതൊക്കെ ഒരു കാലം. സോക്രട്ടീസ് ആ മുടി വളർത്തിയിട്ടുള്ള കാർഡില്ലേ, ഇടലും കാർഡായിരുന്നു അത്. അതുപോലെ തന്നെ ജൂലിയോ സീസർ, മാർസലോ, ലൂസിയോ, സോ ഇത്തരം പ്ലേസിനൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് റൂമറൊക്കെ ഉണ്ട്. റൂമേഴ്സൊക്കെ നമ്മുടെ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഡ്രിയാനോ, ഗ്രിബൾട്ടോ സിൽവ, ലോസിയോ വീണ്ടും, പിന്നെ റൊണാൾഡോ, റൊമാരിയോ, ഡെനിൽസൺ എന്തായാലും ഉണ്ടാവും. ഡെനിൽസൺ ഉണ്ടാവട്ടെ, എന്ത് കാരണമില്ല, എന്ത് ബ്രസീലിൻ്റെ ബാക്ക് ഡെനിൽസൺ ഉണ്ടാവും, വരാൻ ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഡെനിൽസൺ എന്തായാലും നമുക്ക് നോക്കി നിൽക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ക്യാമ്പയിൻ്റെ കാര്യം. പിന്നെ ചാൻസ് ഉള്ളത് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ക്യാമ്പയിൻ വരാൻ ചാൻസ് ഉണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒക്കെ ഈ ടൈമിലൊക്കെ തന്നെയാണ് എത്താറ് സംഭവം. പിന്നെ ഏതൊക്കെ ക്യാമ്പയിനാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നാളെ നമ്മുടെ മറ്റേ ലിങ്കപ്ലേയുടെ മാനേജർ പ്ലസ് പാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ റൂമർ കാണുന്നുണ്ട്. നമ്മളുടെ ആഞ്ചലോട്ടി വരാൻ ചാൻസ് ഉണ്ടെന്ന്, ബാക്ക് ത്രൂ പാസ്സൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ പറയാം, അതിൽ കുറച്ച് റൂമേഴ്സ് ഉണ്ടാണ്. നമ്മുടെ ബെൻസിമ പ്ലസ് ടോണി ക്രൂസിൻ്റെ ഒരു കാർഡ്, ബെൻസിമ ഫിനോൽ ഫിനിഷിങ് വിത്ത് വിൽ പവർ, ടോണി ക്രൂസ് ആസ് യൂഷ്വൽ വിഷണറി പാസ് പ്ലസ് ഫിനോൽ പാസ്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ ഗുയിക്യൂറസും ഒഡേഗാർഡാണ്. ഗുയിക്യൂറസ് മൂവ്മെൻറ്റ് ട്രിബിളിങ് പ്ലസ് ഫിനോൽ ഫിനിഷിങ്, പിന്നെ വിഷണറി പാസ്സുള്ള നമ്മുടെ ഒഡേഗാർഡ്. അതിൻ്റെ ഒപ്പം തന്നെ മാനേജറായിട്ട് നമ്മളുടെ ആഞ്ചലോട്ടിയൊക്കെ വരുന്നതാണ് ചാൻസ് കൂടുതൽ വരാൻ ചാൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ട് തന്നെ അറിയാം ഇതൊക്കെ. അതുപോലെ തന്നെ ചിലപ്പോൾ ആഞ്ചലോട്ടിയുടെ മാനേജർ ബാക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് വരാം, അല്ല കൊണ്ടുപോകുന്നു വരാം. കാരണം കാർണിവലാണല്ലോ ബ്രസീലിയൻ, കാരണം കറൻറ്റ്ലി നമ്മുടെ ബ്രസീലിൻ്റെ മാനേജറും കൂടിയാണ് നമ്മുടെ ആഞ്ചലോട്ടി. ഇനിയിപ്പോൾ ബ്രസീലിൻ്റെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒരു ഇത് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ കാരിക്കിൻ്റെ ഇതെന്തായാലും വരാൻ ചാൻസ് ഇല്ല. കാരണം മൈക്കിൾ കാരിക്കിനെ ഒഫീഷ്യലായിട്ട് അവരുടെ മാനേജറെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ ഇൻ്റർവ്യൂ മാനേജർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിൻ്റെ കാണിക്കുന്നുണ്ട്. അത് സെനിറ്റി പ്ലസ് സിദോർഫ് വെച്ചാൽ സെനിറ്റി എഡ്ജർ ക്രോസിംഗ് പ്ലസ് വിഷണറി പാസ്, ലോ സ്ക്രീമർ പ്ലസ് ഫോർസസ് ആണ് നമ്മളുടെ സിദോർഫ്. അതിൻ്റെ ഒപ്പം തന്നെ എംബ്യോമ പ്ലസ് വിഷണറി പാസ് മറ്റേ കൊയ്ബി മൈനോ, ഓക്കെ, മറ്റേ മിഡ്ഫീൽഡറില്ലേ. അപ്പോൾ ഇത് രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്, റൂമർ പോലെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ വരണം എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, വരും എന്തായാലും. കാരണം എല്ലാ വട്ടവും ഈ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് വരാറുണ്ട്, എല്ലാ മാസം തുടക്കവും ഈ സംഭവം വരാറുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും ജനുവരി 5-ാം തീയതി അല്ല, നാളെ 5-ാം തീയതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വരും എന്നാണ് പ്രതീക്ഷ. കണ്ട് തന്നെ അറിയാം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഗെയിമിൽ നാളെ കുറേ പാക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്നുണ്ട്. അപ്പോൾ നോമിനേറ്റിംഗ് ഒക്കെ എന്തായാലും പുതിയത് വരും. അതുപോലെ തന്നെ 5 ലക്ഷത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഷോർട്ട് ടൈം ഗ്രില്ലീഷൻ എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്നും കയറിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കളിച്ച് കയറാൻ നോക്കുക. 5 ലക്ഷത്തിനുള്ളിൽ റാങ്കിങ് ഒക്കെ എത്താൻ നോക്കുക. മാക്സിമം ഫ്രീ ആയിട്ടൊരു ഷോർട്ട് ടൈം കിട്ടാനല്ലേ, മിസ്സാക്കണ്ട. പിന്നെ പാക്സും കാര്യങ്ങളൊക്കെ നോമിനേറ്റിംഗ് ആയിട്ട് വരുന്നത് ഇപ്രാവശ്യം നമ്മൾ കമൻറ്റ് ചെയ്ത സംഭവത്തിൽ നിന്നൊക്കെ എടുക്കുമെന്നാണ് പറയണത്. അതിൻ്റെ ഒഫീഷ്യലായിട്ട് എനിക്ക് വലിയ പേജിൽ ഇതിൽ വന്നായിരുന്നു. ഓക്കെ, അവരുടെ ഇതിൽ വന്നായിരുന്നു. അപ്പോൾ ആരൊക്കെ വരുമെന്ന് ഒഫീഷ്യലായിട്ട് അറിയില്ല, നാളെ എന്തായാലും അറിയാം. അതുപോലെ തന്നെ നാളെ വരാൻ പോകുന്ന പാക്കിൻ്റെ കാര്യം അവരെല്ലാ വട്ടവും കാണിക്കണ പോലെ വല്ല സ്പൈഡർമാൻ്റെതോ ഐസ് ബ്രിക്കോ അങ്ങനെയൊക്കെ കാണിച്ച് നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും അവരൊരു പിക്കൊക്കെ ഇറക്കിയിട്ട് അതിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്തിരിക്കാം. നാളെ ലൈവിലും കാര്യങ്ങളൊക്കെ ലൈവ് വരാം. കഴിഞ്ഞ ലൈവ് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ ഒറ്റ എന്തായിരുന്നു റയൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങിയപ്പോൾ 6 മണിയിട്ടായി, എല്ലാവരും ഊക്ക് പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച്, കാരണം UK-ലും കാനഡയിലൊക്കെ ഉള്ളൊരു ഊക്കുമ്പോൾ ആ നേരത്താണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ മെമ്പേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ നേരത്തെ. അപ്പോൾ അങ്ങനെ വഴി പോയി വിളിച്ചിട്ടൊക്കെ. അപ്പോൾ എന്തായാലും നാളെ എന്തായാലും ലൈവ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരിക, സപ്പോർട്ട് അടിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നാളെ വേറെ എന്തൊക്കെ വരുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.